ഞങ്ങളുടെ ഫൊറോനയുടെ കീഴിൽ ഇന്ന് കുറുമശ്ശേരി പള്ളിയിൽ കുർബാന മധ്യേ അവിടുത്തെ വികാരി സഭയ്ക്കെതിരെ സംസാരിച്ച കുറച്ച് ഭാഗങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ചുരുക്കം പറഞ്ഞു തരാം. അച്ഛൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ അതിരൂപതയിൽ ഇപ്പോൾ തോന്നിവാസ ഭരണമാണ് അഡ്മിനിസ്ട്രേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഴിമതിക്കാരായ കൂരിയായെ നിയമിച്ചുകൊണ്ട് ആണ് ഭരണം നടത്തുന്നത്. ഇത് ഞാൻ അംഗീകരിക്കില്ല. എനിക്കും ഒരു കത്ത് വന്നിരുന്നു. ഞാൻ അത് സ്വീകരിച്ചില്ല, തിരിച്ചയച്ചു. ഞാൻ പഴയ കൂരിയായുടെ അനുമതിയോടെ ആണ് ഹിമാലയത്തിൽ പോയത്. ഞാൻ പോകുമ്പോൾ ഇവിടെ കൂരിയ ഇല്ല. എങ്ങനെ ഇവിടെ നിന്നും മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്നെ ഇവിടെ നിന്നും ഒരിക്കലും മാറ്റുന്ന കാര്യം അവർ കൂരിയ തീരുമാനിക്കണ്ട. കാരണം ഞാൻ 3 വർഷത്തേക്കാണ് ഇവിടെ വന്നത്. 3 വർഷം കഴിഞ്ഞേ ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ. അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചാൽ ഞാൻ അംഗീകരിക്കില്ല. കുറുമശ്ശേരിക്കാർക്ക് എന്നെ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം, ഇദ്ദേഹം ഒരു മാസം മുമ്പ് ഇവിടെ നിന്ന് ഫൊറോന വികാരിയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയമിച്ച ബസിലിക്കയിലെ കൂരിയായുടെയോ അനുവാദം കൂടാതെ നേരെ 2 പേർ കൂടി, വേറൊരു അച്ഛനും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം ഹിമാലയ പർവ്വതം കാണാനായിട്ട് പോയി. അവിടെ പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന കൂട്ടത്തിൽ ഹിമാലയ പർവ്വതത്തിലും പോയി. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ ചെന്ന് കാണാൻ പോയത് അവിടെ ഈ കുറുമശ്ശേരി ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ ഫാദർ പോൾ പാറേക്കാട്ടിലും ഏലൂർ സെന്റ് ആൻസ് പള്ളിയിലെ ഫാദർ എബി എടശ്ശേരി ചേർന്നാണ്. 9 ദിവസത്തെ ട്രാക്കിനൊടുവിൽ അവരുടെ യാത്ര അങ്ങോട്ട് പോയി. 15 ദിവസത്തേക്കാണ് ഇവർ യഥാർത്ഥത്തിൽ ലീവ് എടുത്തത്. 15 ദിവസത്തേക്ക് ലീവ് എടുത്ത് ഇവിടുന്ന് പോയിട്ട് ഇവിടെ ഒരു ബദൽ സംവിധാനം ഒന്നും ഏർപ്പെടുത്തിയില്ല. ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ പോയപ്പോൾ അവര് യഥാർത്ഥത്തിൽ ഇദ്ദേഹം അവിടെ ചെന്നുകൊണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ ചെന്നുകൊണ്ട് ഇവർ 2 വൈദികർ കൂടി ഒരു ഫ്ലക്സ് നീട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അത് എന്നിട്ട് ഫ്ലക്സ് നീട്ടിപ്പിടിച്ച് അതിൽ പറഞ്ഞു, ഞങ്ങൾ ജനാഭിമുഖ കുർബാന ആഗ്രഹിക്കുന്നു, ഞങ്ങൾ സിനഡ് കുർബാന അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലക്സ് ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് പത്രത്തിലിടുകയാണ് ഉണ്ടായത്. അത് ആ പത്രത്തിലിട്ട് നാട്ടുകാരെല്ലാം മുഴുവൻ വായിച്ചു. ഇത്രയും വലിയ ജനാഭിമുഖ കുർബാനയ്ക്ക് എതിരായിട്ടുള്ള ഒരാള് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ പോലും ചെന്ന് ഇത്രയും വലിയ ഉയരത്തിൽ കയറി സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഈ പാറേക്കാട്ടിൽ ഞങ്ങളുടെ കുറുമശ്ശേരി എന്നല്ല, മുഴുക്കുളം ഫൊറോനയുടെ കീഴിലുള്ള ഈ വിമത വൈദികരുടെ ഒരു നേതാവ് കൂടിയാണ്. രാവിലെ വണ്ടിയെടുത്ത് കത്തിച്ച് പോകും. പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം എല്ലാ ഇടവകളിലും ചെന്ന് കുത്തിത്തിരിപ്പ് എവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയൊക്കെ നടക്കും. അപ്പം എന്നിട്ട് ഇവിടത്തെ പറ്റാഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാവരെയും കാണാവുന്ന രീതിയിൽ സഭയെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി ചെന്ന് ഇതുപോലൊരു ഫ്ലക്സ് കൊടി കാണിച്ചത്. അത് തീർച്ചയായിട്ടും സഭയെ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയായിപ്പോയി. അത് ഞങ്ങൾക്കിത് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. ഏതായാലും ഇദ്ദേഹത്തിന് കൂരിയ ദേവ് ഇങ്ങനെ പോയതിൻ്റെ പിന്നിലുള്ള കാരണം ചോദിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചു. അദ്ദേഹം ആ നോട്ടീസ് കൈപ്പറ്റുകയുണ്ടായില്ല. കൈപ്പറ്റാതെ തിരിച്ചയച്ചു. എന്നിട്ട് ഇന്ന് രാവിലത്തെ കുർബാനയ്ക്ക് അദ്ദേഹം അൾത്താര മധ്യേ ഇടവക്കാരെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു
നോട്ടീസ് വന്നിട്ടുണ്ട്. ആ നോട്ടീസ് കൈപ്പറ്റാൻ ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കില്ല. അവിടെയുള്ള കൂരിയെയും അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററും കള്ളന്മാരാണ്. അവരെയൊന്നും ഞാൻ അംഗീകരിക്കില്ല. എന്നെ 3 വർഷത്തേക്കാണ് നിയമിച്ചിരിക്കുന്നത്. ഈ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ നിങ്ങളെ എന്നെ ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗമാണ്. ഇപ്പം ഇതുപോലെ സഭയെയും മാർപ്പാപ്പയും ധിക്കരിച്ചുകൊണ്ട് കൂരിയെയും എല്ലാം കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നല്ല നടപടി, ന്യായമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് വിശ്വാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത്.